വെൽക്കം ബാക്ക് ടു ഐ സ്പൈസി ഡിലൈറ്റ്സ്. ഇന്ന് നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. നല്ല കട്ടി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല കട്ടി കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ കറി. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടി കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ടൊന്ന് പൊട്ടിക്കാം. പിന്നെ അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കാം. 15 ചെറിയുള്ളിയും 2 മീഡിയം സൈസ് വെല്ലുള്ളിയും നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയുള്ളിയും വെല്ലുള്ളി രണ്ടും ചേർക്കണം കേട്ടോ. രണ്ടും ചേർത്താലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ വെല്ലുള്ളി മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ വെല്ലുള്ളി ചേർത്തുള്ളൂ. പക്ഷേ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി സ്കിപ്പ് ചെയ്യരുത് എന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് പച്ചമണം മാറ്റി എല്ലാം ഒന്ന് സോഫ്റ്റായിട്ട് വരണം. ബ്രൗൺ കളർ ആവണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഇതുപോലെ. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, ചിക്കൻ മസാല 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ ചിക്കനിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അത് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മൂടി വെച്ച് നമുക്കിനി കുക്ക് ചെയ്തെടുക്കാം. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. അതാ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതിൽ വെള്ളം ചേർക്കാത്തതെന്ന് വെച്ചാൽ ചിക്കനിൽ എന്തായാലും വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ടാണ് എക്സ്ട്രാ വെള്ളം ചേർക്കാത്ത കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. അത് 1 കപ്പ് കട്ടി തേങ്ങാപ്പാലായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതിലേക്കും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായി തിളച്ചതാ എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചെറിയൊരു പൊടിക്കായി ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്കത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. 1 നുള്ള് പഞ്ചസാര ഓപ്ഷനിൽ മാത്രമാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ ആവശ്യത്തിലേറെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടി ഒരു 2 മിനിറ്റും കൂടി നമുക്കൊന്ന് തിളപ്പിക്കാം. ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ കറി. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. തേങ്ങാപ്പാലൊക്കെ കഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതാണെങ്കിൽ എല്ലാത്തിൻ്റെയും കൂടി പെർഫെക്റ്റ് കോമ്പാണ്. നെയ്ച്ചോറിൻ്റെ കൂടെ ആണെങ്കിലും പാലപ്പത്തിൻ്റെ കൂടെ, വെള്ളയപ്പത്തിൻ്റെ കൂടെ, കള്ളപ്പത്തിൻ്റെ കൂടെ, ദോശയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ എല്ലാത്തിൻ്റെ കൂടി നല്ല പെർഫെക്റ്റ് കോമ്പയാണ്. ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ പറയണേ. അപ്പോൾ അതെന്തായാലും തയ്യാറാക്കി നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലത്തെ ഈസി പീസി റെസിപ്പികൾ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.